ഓരോന്നൊന്ന് യാചിച്ച് കാണിച്ചപ്പോ അത് മാഡം കയറി അങ്ങ് വിശ്വസിച്ച് കളഞ്ഞല്ലേ? ഇന്നലെ ഇന്നും മാത്രമല്ല, ഇനി എന്നും അങ്ങോട്ട് നിങ്ങൾ എന്റെ അടിമ തന്നെയായിരിക്കും വസുന്ധര. അതിനൊരു മാറ്റവും ഇല്ല. എന്റെ മുൻപിൽ ഇരിക്കാൻ വേണ്ടി വളർന്നിട്ടില്ല നിങ്ങള്. നേരത്തെ ഫോണിൽ വീഡിയോ പരതുന്നതായിട്ട് അഭിനയിച്ചതിന്റെ കൂട്ടത്തില് ഞാനൊരു വീഡിയോ മാഡത്തിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിയാട്ടെ. ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ എന്റെ പൊന്ന് അതൊന്ന് എടുത്ത് നോക്ക്. ഇതെങ്ങനെ? എനിക്ക് അറിയാവുന്നതല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സാധനത്തെ. വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ എന്റെ ഈ ഫോൺ പോലും നശിപ്പിച്ചു കളയാൻ മടിക്കില്ല നിങ്ങള്. എനിക്കത് നന്നായിട്ടറിയാം. നിങ്ങളുടെ ഈ തരികിട കളികളുടെ അളവ് എത്രത്തോളം പോകുമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ വീഡിയോയുടെ ബാക്കപ്പ് എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിമതിയായ വസുന്ധര മാഡം എന്നല്ല, ഇനി ഏത് ഹാക്കിംഗ് എക്സ്പേർട്ട് ശ്രമിച്ചാലും കണ്ടുപിടിക്കാനാവാത്ത വിധം ഈ വീഡിയോ പല പല ഫോൾഡറുകളിൽ പല ഡിവൈസുകളിലായി എപ്പോഴും എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടായിരിക്കും. ഇനിയുള്ള ഈ ജന്മം മുഴുവൻ വസുന്ധര എന്ന നിങ്ങൾ ഈശ്വരമംഗലത്തിന്റെ അടിമയായി തന്നെ ജീവിച്ചേ മതിയാവൂ. അനുസരിച്ച് കീഴടങ്ങി ജീവിക്കണം. അതിനി ആര് പറഞ്ഞാലും, എന്റെ പാറു അമ്മ പറഞ്ഞാലും. അമ്മ ആവശ്യപ്പെട്ടതൊരു ചായയല്ലേ? കഴിഞ്ഞ 10-32 വർഷം എല്ലാ ദിവസവും നിങ്ങളുടെ ആജ്ഞ അനുസരിച്ച് മാത്രം ജീവിച്ച ആ പാവ ഒരാവശ്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പുച്ഛം. അത് നടക്കില്ല വസുന്ധര. ദേ, ആയിരിക്കുന്ന ചായ ഉണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതല്ല. അതെന്റെ പാറു അമ്മയ്ക്കുള്ള ചായയാ. നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ തന്നെ അതെന്റെ പാറു അമ്മയ്ക്ക് കൊടുക്കണം. എന്തു പറയുന്നു? ചായ എടുത്തോണ്ട് പോകുന്നോ അതോ ഈ വീഡിയോ ഞാൻ വേണ്ട വിധത്തിൽ പ്രയോഗിക്കണം? വേണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എടുത്തേക്ക് ചായ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം.